മോഡിഫൈഡ് ആണ്. 2 റോപ്പ് ഉണ്ട്, അയൺ റോപ്പ് ഒന്ന് മേലും താഴെയുണ്ട്. താഴത്തെ റോപ്പ് നമ്മൾ ചവിട്ടും. സൈക്കിൾ മോഡിഫൈഡ് ആണ്, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും റിം കംപ്ലീറ്റ്ലി മോഡിഫൈഡ് ആണ്. റബ്ബർ മെറ്റീരിയൽ വെച്ച് നമ്മളതിനെ മോഡിഫൈ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇത് നമ്മുടെ ഫ്രിക്ഷൻ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മൂവ്മെന്റ് ഉണ്ടാവും. ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ വെൽഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ ഫ്രണ്ടിലുള്ള മൂവ്മെന്റ് സൈക്കിൾ ഉണ്ടാവില്ല. ആ കൂടി ഹാൻഡിലിന് ചെറിയ മൂവ്മെന്റ് ഉണ്ടാവും മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ മൂവ്മെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത ആൾക്കാർക്കും സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർക്കും ചവിട്ടാൻ എളുപ്പമാണ് ഈ സംഭവം. അതുകൂടാതെ സൈക്കിളിന്റെ മേൽഭാഗം നമ്മളിങ്ങനെ റിമ്മ് ഇവിടെ എന്ത് വെച്ചാൽ കണക്ഷൻ കൊടുത്തു നോക്കും. ഇത് നമ്മളിതിൽ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ സൈക്കിൾ ഒരു കാരണവശാലും താഴെ പോകാൻ പോകില്ല, ഞാൻ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ ആളാണെങ്കിലും ആളെ നമ്മൾ വിടുന്ന സമയത്ത് ആളുടെ കണക്ഷൻ ഇതുപോലെ സെക്യൂർഡായിട്ട് ഉണ്ടാവും. അപ്പം ഒരു കാരണവശാലും ഈ സൈക്കിൾ പൊട്ടുമോ എന്ത് സംഭവിച്ചാൽ പോലും ആൾ താഴെ പോകാതിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാ കണക്ഷൻ. അപ്പോൾ ഇതൊന്നും പൊട്ടുമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു സേഫ്റ്റി സെക്യൂരിറ്റി പറയുന്നതാണ്. ഇതെല്ലാം ഇമ്പോർട്ടഡ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഓരോന്നും 2000 കിലോയുടെ മേലെയാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 2000 കിലോ പ്ലസ് ആണ് ഇതിൻ്റെ എല്ലാ ബ്രേക്കിംഗ് സ്ട്രെങ്ത്. അതുപോലെ ഹാർനസ് എല്ലാം ഇമ്പോർട്ടഡ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഫ്രീ ഫാൾ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയാണ്. ഫ്രീ ഫാൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ബഞ്ചി ജമ്പ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് ബഞ്ചി ജമ്പ് അല്ല, അതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ്. ബഞ്ചി ജമ്പ് പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ഹൈറ്റ് ചാടുന്നോ അത്രയും ഹൈറ്റ് നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും നിൽക്കുക. പക്ഷേ ഇത് പറഞ്ഞാൽ ചെറിയൊരു ഇപ്പം നിങ്ങൾ കാണുന്ന ഈ കോഡിൻ്റെ അത്ര ഹൈറ്റിൽ മാത്രമേ നമുക്ക് ഫ്രീ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ബാക്കി ഇതിൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇത് ഈ മെഷീൻ കൺട്രോൾ ചെയ്യുന്ന മൂവ്മെന്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ഉയരത്തിന് എടുത്ത് ചാടാൻ എല്ലാവർക്കും പേടിയായിരിക്കും. അപ്പം അതും തുച്ഛമായ റേറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവും. ഇത് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടിക്കറ്റ് റേറ്റ് ചെറിയ റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബഞ്ചി ജമ്പ് എന്ന് പറയുമ്പോൾ 6000 രൂപ 7000 രൂപയ്ക്കാണ് ഫീസ് എന്ന് വരും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ചെറിയൊരു 500 രൂപയ്ക്കോ അല്ലെങ്കിൽ 1000 രൂപ താഴെ റേറ്റിൽ ആർക്കും പരീക്ഷിക്കാവുന്ന രീതിയിലേക്ക് ഫ്രീ ഫാളും റെഡി അല്ലേ? ഈ കൈ വിട്, അപ്പം കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ DTPC പാലക്കാട് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലും അതുപോലെ തന്നെ ഇവിടുത്തെ കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലത്ത് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണിത്. അപ്പോൾ ഇത് വാപ്കോസ് എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ് ഇതിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അതിനുവേണ്ടി അവർക്ക് വേണ്ടി AK കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നത്. നമ്മൾ യങ്വിൻഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. യങ്വിൻഡാണ് ഇതിന്റെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് മൊത്തം ഇൻസ്റ്റലേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സ്കൈ സൈക്ലിംഗ് ഉണ്ട്. സ്കൈ സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തോടെ സൈക്കിൾ ഔട്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ സിപ്പ് ലൈൻ ഉണ്ട്. നമ്മൾ ഇപ്പോൾ സിപ്പ് ലൈനൊക്കെ കേരളത്തിൽ കോമൺ ആണ്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പറന്നു പോകുന്നതാണ് സിപ്പ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ജുമാറിംഗ് ഉണ്ട്. ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ജുമാറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീ ഫോൾ ഉണ്ട്. ഫ്രീ ഫോൾ ആണ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു ഗ്ലാമർ സൈറ്റ് എന്ന് പറയുന്നത് ഫ്രീ ഫോൾ ആണ്. അതായത് ബഞ്ചി ജമ്പിന്റെ ഏറ്റവും ഒരു മിനി വെർഷനാണ് ഫ്രീ ഫാൾ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ചെയ്തക്ക രീതിയിലാണ് ഫ്രീ ഫാൾ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് റോപ്പ് കോഴ്സുകളാണ്. അതായത് ഒരു ചലഞ്ചിങ് റോപ്പ് കോഴ്സുകൾ, അത് 18 എണ്ണം ഉണ്ട്. ഒന്ന് മാത്രമല്ല 18 റോപ്പ് കോഴ്സുകളുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് പെയിന്റ് ബോൾ, അതായത് നമ്മൾ PUBG ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും. അതുപോലെ തന്നെ ഒരു ഷൂട്ടിംഗ് ഗെയിമാണ്. അതിലുള്ള പെല്ലറ്റ് ബോളാണ്, അത് പെയിന്റ് ആണ് അതിനകത്തുള്ളത്. അത് കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ളത് പെയിന്റ് ബോളാണ്. അതൊരു 10 പേരെ ടീമായിട്ട് കളിക്കാവുന്ന രീതിയിൽ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അതിന് ആവശ്യമായിട്ടുള്ള ഗണ്ണും മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു ഗ്യാസ് നിറച്ച് ഫില്ല് ചെയ്ത് കളിക്കുകയാണ്. പിന്നെ നമുക്കത് ATV ആണ്, ഓഫ് റോഡ് ആണ്. അത് ഡ്രൈവിംഗ് അത്യാവശ്യം അറിയാവുന്നവർക്ക് പോലും ഓഫ് റോഡിന്റെ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ATV ഓഫ് റോഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.